പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം നമ്മിലേക്ക് കടന്നു വന്നു. ദുൽഹജ്ജ് 1 മുതൽ അത്ഭുതം നിറഞ്ഞൊരു പ്രാർത്ഥന ചൊല്ലിയാലുണ്ടല്ലോ, ഇത് വെറുമൊരു പ്രാർത്ഥനയല്ല. നിങ്ങളിൽ 99% ആളുകൾക്കും ഈ ദുആ പരിചയമുണ്ടാവില്ല. ഈ ദുആ പട്ടിണിയുടെ കവാടങ്ങളങ്ങ് അടച്ചു കളയും, ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും തീർക്കും. എന്തിനേറെ നമ്മളിപ്പോൾ ഒരു സംഗതി കൽബിൽ വെച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കാൻ തുനിയുന്നതിന് മുൻപ് ഇഖ്ലാസോടെ ഈ പ്രാർത്ഥനയുടെ ആഴങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് അള്ളാഹു ആ സംഗതി നടപ്പാക്കി തരും. അത്ര അത്ഭുതം, രഹസ്യങ്ങളുടെ ഒരു കലവറ എന്ന് പറഞ്ഞാൽ അത്ര അത്ഭുതമാണ്. ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, യാ റബ്ബി ഇത്രയും നാൾ ഞാനിത് അറിയാണ്ട് പോയല്ലോ പടച്ചോനെ എന്ന് നമ്മൾ പറഞ്ഞു പോകും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ കുടുംബത്തിലൊക്കെ എല്ലാവരിലേക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ദുൽഹജ്ജ് മാസത്തിൽ ആദ്യ 10 ഈ ഷെയർ ചെയ്യൽ പോലും അള്ളാൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഫലത്തിന് കാരണമാവും. കാരണം നമ്മൾ കാരണം ഒരാളെങ്കിലും ഇത് ചൊല്ലിയാലേ വെറുതെ ചൊല്ലിയാൽ പോരാ, ആശയമറിഞ്ഞ് മഹത്വമറിഞ്ഞ് പ്രതിഫലമറിഞ്ഞ് അതിൻ്റെ വണ്ണവും വലിപ്പവും ഒക്കെ തിരിച്ചറിഞ്ഞ് മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിയാൽ പട്ടിണിയുടെ കവാടം അടയ്ക്കും. നിങ്ങൾ പട്ടിണി അടക്കൂല, പടച്ചോ നിങ്ങളെ താങ്ങിയെടുക്കും. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് പടച്ചോൻ തരും. പഠിക്കാം നമുക്ക്. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എൻ്റെ കുട്ടികൾ? അല്ല, ഹാപ്പി ആയിരിക്കണം കേട്ടോ. ദുൽഹജ്ജിലെ 1-ാമത്തെ ദിവസം ഇന്നലെ രാവിലെ നമ്മൾ മനോഹരമായ മജ്ലിസൊക്കെ നടത്തി. ജീവിതത്തിൽ എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് നമുക്ക് ഈ രാവും പകലുമൊക്കെ അങ്ങ് ഹയാത്താക്കി മാറ്റണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് രഹസ്യങ്ങൾ നിറഞ്ഞൊരു പ്രാർത്ഥന നമുക്കൊന്ന് പഠിച്ചാലോ? നേരത്തെ പറഞ്ഞതുപോലെ 99% ആളുകൾക്കും ഈ പ്രാർത്ഥന പരിചയം ഉണ്ടാവില്ല. അത്ര അത്ഭുതം നിറഞ്ഞൊരു പ്രാർത്ഥനയാണ്. ഇത് പഠിച്ചു കഴിയുമ്പോൾ പടച്ചോനെ ഇത് ഇത്രയും നാൾ ഞങ്ങൾ അറിയാണ്ട് പോയല്ലോ റബ്ബേ എന്നുള്ള സങ്കടം ഈമാനുള്ളവർക്കൊക്കെ ഉണ്ടാവും. രഹസ്യങ്ങളുടെ കലവറയാണെന്നേ. മനസ്സറിഞ്ഞത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതൊക്കെ പടച്ചോൻ തരും. നമ്മുടെ ജീവിതത്തിൽ പട്ടിണി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകാതെ പടച്ചോൻ നമ്മളെ കാക്കും. നമ്മുടെ മക്കൾ നന്നാകാൻ, മക്കൾ ലഭിക്കാൻ, കുടുംബത്തിൽ ബർക്കത്ത് കിട്ടാൻ, അങ്ങനെ തുടങ്ങി എന്തൊക്കെ ആയിക്കോട്ടെ, നാളെ ആഖിറത്തിലെ സന്തോഷം കിട്ടാൻ, ദുനിയാവ് ആഖിറമൊക്കെ കളർഫുള്ളാകാനായിട്ട് ഈ പ്രാർത്ഥന മതി എന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. എത്ര മാരക രോഗവും ശിഫയാകും, എത്ര വലിയ സങ്കടവും കണ്ണുനീര് തുടക്കാനായിട്ട് വേറെ ആരും വേണ്ട, പടച്ചോനുണ്ടാവും അല്ലേ? ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൽ കുറേ ഇസ്മുകൾ വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട കുറേ ഇസ്മുകൾ എവിടെയുണ്ട്? ഈ പ്രാർത്ഥനയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ, നിങ്ങൾ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചോദിക്കണേന്ന്. ആ അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ പ്രാർത്ഥനകൾ, ഇസ്മുകൾ ഈ പ്രാർത്ഥനയിലുള്ളത് കൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടാൻ വളരെ 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 ആപ്റ്റായ ദുആയാണ്. നമുക്കിതിൻ്റെ മഹത്വങ്ങൾ പഠിച്ചാലോ? ഈ ദുആൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്രാർത്ഥന നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനകളിൽ ചേർത്തിട്ട് ദുആയിരുന്നാൽ ഉടൻ ഉത്തരം കിട്ടും. നമ്മൾ 5 വക്ത് നിസ്കാരത്തിലൊക്കെ ദ്വാരക്കാറുണ്ട്. ഈ ദുആ പഠിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യുന്നതിൻ്റെ കൂടെ ഈ ദുആവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ദുആ മുഴുവൻ അള്ളാഹു സ്വീകരിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നേ. അള്ളാൻ്റെ കാരുണ്യം നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റും ഇല്ലേ? അള്ളാൻ്റെ കാരുണ്യം അല്ലാതെ നമ്മുടെ ലൈഫിൽ എന്താ ഉള്ളത്? അള്ളാൻ്റെ കാരുണ്യം എനിക്ക് കിട്ടുന്നുണ്ട്, കാരുണ്യവാനായ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ ലൈഫ് സെറ്റാണ്. അപ്പോൾ പടച്ചോൻ്റെ കാരുണ്യം കിട്ടാൻ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിലൊക്കെ ഇങ്ങനെ നമ്മൾ പെട്ട് നിൽക്കുമ്പോൾ, വലിയ സർജറിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, അള്ളാൻ്റെ കാരുണ്യം കൊണ്ട് പടച്ചോൻ നമ്മളങ്ങ് പൊക്കിയെടുക്കും. അതിന് ഈ ദുആ ആപ്റ്റാണ്. മൂന്നാമത്തേത്, മനസ്സിലെ പേടി കുറയും. എൻ്റെ റബ്ബൻ്റെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കെന്തിനാ പേടി ഇല്ലേ? അങ്ങനെയല്ലേ? ഒരാൾ പറയണം, എടാ നിന്നെ ഞാൻ തല്ലും. അപ്പോഴാണ് നല്ല ശക്തനായ ഒരുത്തം വന്നിട്ട് നമ്മളോട് പറയണത്, ഞാൻ വീടിൻ്റെ വാതിൽക്ക് കാവലിരുന്നോളാം, അവൻ നിന്നെ തുടർന്ന് നോക്കട്ടെ, നീ പോയി കിടക്കടാ. എന്ത് ധൈര്യമായിരിക്കും നമുക്ക്. എന്നാൽ ഈ മല്ലനെയും പടച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ, ഹൈ എന്ത് രസമായിരിക്കൂലേ, എന്ത് രസമായിരിക്കൂലേ ആ ജീവിതം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ പ്രത്യേകമായ കൂട്ട് തന്ന് നമ്മുടെ പേടി മാറ്റാൻ ഈ പ്രാർത്ഥന വളരെ വളരെ നല്ലതാണ്. ഇനി
നാലാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ റിസ്ക്കിൻ്റെ കവാടങ്ങൾ തുറക്കും, പട്ടിണിയുടെ കവാടങ്ങൾ അടയും. കടം കൊണ്ട് വലയുന്ന എന്തോരം മനുഷ്യന്മാരല്ലേ, കടക്കെണിയിൽപ്പെട്ടിട്ട് ആകെ ഇടങ്ങേറായിട്ടുണ്ട്. കടമുള്ള വീട്ടിൽ തരും. സ്വാലിഹീങ്ങൾ പഠിപ്പിക്കണം. അവർ കടവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ദിക്ർ ഇങ്ങനെ അധികരിപ്പിക്കുമായിരുന്നു സലഫു സ്വാലിഹീങ്ങളായ ആളുകൾ. മനസ്സിലായോ? ഈ ദ്വാ അധികരിപ്പിക്കും. കടം എത്ര വലിയ കടമാണെങ്കിലും അള്ളാഹ് വീട്ടിൽ തരും. നമ്മൾ അധ്വാനിക്കണ്ടെന്നൊന്നുമല്ല, അധ്വാനിക്കണം. പക്ഷെ നമ്മുടെ അധ്വാനം കൊണ്ടല്ല നമ്മുടെ കടം വീട്, അള്ളാഹ് തരുന്നത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അധ്വാനിക്കുന്നതോടൊപ്പം ഈ പ്രാർത്ഥന പതിവാക്കുക. സാമ്പത്തികമായൊരു പ്രയാസം അള്ളാഹ് തരൂല, മറ്റുള്ളവന് മുമ്പിൽ ഇരക്കേണ്ട ഒരു ഗതികേട് അള്ളാഹ് തരൂല, ഒരുത്തന് മുമ്പിൽ ഇപ്പോൾ കൈ നീട്ടേണ്ട ഒരു ഗതികേട് റബ്ബ് തരൂല, ഉറപ്പാണ്. അത്ര അത്ഭുതമാണ് ഈ ദുആ. അഞ്ചാമത്തേത് ഹൃദയത്തിൽ വിനയം കൂടും. വിനയം. അങ്ങനെ ഹൃദയത്തിൽ വിനയം ഉണ്ടായാൽ തന്നെ ജീവിതം ലൈഫ് സെറ്റാണ്. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ, മക്കളും മാതാപിതാക്കളും ആകട്ടെ, ഇവിടെയൊക്കെ നമ്മുടെ ജീവിതം തകരാൻ കാരണം എന്താ? വിനയമില്ലാത്ത അഹങ്കാരമാണ്. എന്നാൽ ഈ പ്രാർത്ഥന പതിവാക്കുന്നൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് വിനയുണ്ടാവും. ഇത് തഹജ്ജുദിൻ്റെ സുജൂദിൽ കിടന്നിട്ട് ചൊല്ലണം ഈ പ്രാർത്ഥന. തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ആ സുജൂദിൽ കിടന്നിട്ട് ഈ പ്രാർത്ഥന ചൊല്ലുക. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു അനുഭൂതിയാണ്. എൻ്റെ ആശയം നമ്മൾ പഠിക്കുമ്പോഴോ മനസ്സിലാവുള്ളൂ. ഇൻഷാല്ലാ പഠിക്കാം കേട്ടോ. ഇനി ആറാമത്തേത് ഹൃദയത്തിൽ തൗഹീദ് ശക്തിപ്പെടും. ഈ വഹാബികൾ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കണ പോലെ തൗഹീദ് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അള്ളാനെ കളിയാക്കുന്ന, കയ്യും കാലും ചന്തി വരെയുള്ള അള്ളാനെ ആരാധിക്കുന്ന, അതൊന്നുമല്ല തൗഹീദ്. യഥാർത്ഥ തൗഹീദ് തിരിച്ചറിയാൻ ഈ ദുആ പഠിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹൃദയത്തിലെ തൗഹീദ് ശക്തിപ്പെടും. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളിലൂടെ, അവൻ്റെ അമ്പിയാക്കളിലൂടെ, ഔലിയാക്കളിലൂടെ അല്ലാതെ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിനാണ് അള്ളാഹ് നമുക്ക് അവരെ തന്നിട്ടുള്ളത്. മനസ്സിലാക്കാൻ അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. ഏഴാമത്തേത് നമ്മുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു ആശ്വാസം തരും. എത്ര വലിയ പ്രയാസത്തിലാണ്, കടക്കെണിയിലാണോ, ജീവിതത്തിൽ വലിയ പ്രതിബന്ധങ്ങൾ മുമ്പിലുണ്ടോ, എന്തോ ആയിക്കോട്ടെ, അള്ളാഹു ആശ്വാസം തരും. എട്ടാമത്തേത് അള്ളാഹുവായിട്ടൊരു അടുത്ത ബന്ധം കിട്ടും, ഒരു മധുരമുള്ള ബന്ധം. ബന്ധത്തിൽ മധുരം ഉണ്ടാവും. അങ്ങനെയല്ലേ? ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും പിണക്കാണ്. സംഗതി ഭാര്യയും ഭർത്താവുമാണ്, പരസ്പരം സംസാരിക്കൂല. ഇനി സംസാരിച്ചാൽ തന്നെ എന്തടി ഉണ്ടാക്കിയാണെന്താ പുട്ടും കടലയും ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ കാക്കാന്മാരുണ്ട്. പെണ്ണുങ്ങളാണെങ്കിൽ എന്നാൽ അവിടെ തിന്നി, ഇതൊന്നും അല്ലല്ലോ. ബന്ധത്തിലെ മധുരം ഇതിനാണോ? ആണോ? ഇല്ല, അങ്ങനെയല്ലേ? നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അവളുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് അടിപൊളി ഫുഡാട്ടോ, എന്ത് രസമാണ് എൻ്റെ മുത്തുണ്ടാക്കണ ഭക്ഷണത്തിന്. ഈ ബന്ധത്തിന് എന്തൊരു മധുരമാണ് അല്ലേ? ഇതുപോലെ ഈ ബന്ധത്തിലെ മധുരം അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് ഭയങ്കര മധുരം കിട്ടും ഈ ദുആ പതിവാക്കിയല്ലെന്നാണ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളുണ്ട്. ഏതായാലും നമുക്ക് ആ ദുആ ഒന്ന് പഠിച്ചാലോ. ഒരു സ്വഹാബിയെ ഈ ദുആ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരികയാണ്. നബി തങ്ങൾ പറഞ്ഞു, ലഖദ് ദഅ അല്ലാഹ ബിസ്മിഹിൽ അഅ്ലം. ഈ മനുഷ്യൻ ഇസ്മുൽ അഅ്ലം കൊണ്ടാണ് പടച്ചവനോട് ദ്വാരന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ദുആയിന് ഉത്തരം കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇസ്മുൽ അഅ്ലം അടങ്ങിയിട്ടുള്ള പ്രാർത്ഥനയാണിത് എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇസ്മുൽ അഅ്ലം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അത്ര അത്ഭുതം നിറഞ്ഞതാണ് ഈ പ്രാർത്ഥന. ഏതാണ് ആ പ്രാർത്ഥന എന്ന് പഠിച്ചാലോ? നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശരിക്കും സ്ക്രീനിൽ നോക്കാം കേട്ടോ. സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങളത് പഠിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർള് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. അള്ളാൻ്റെ എന്തോ ഒരു ഇസ്മ ഇതിലില്ലേ? അതിൽ തന്നെ ഇസ്മുൽ അഅ്ലമാകാൻ സാധ്യതയുള്ള ഇസ്മുകളുണ്ട്. ഏതാ? യാ ഹയ്യു യാ ഖയ്യൂം, യാ ദൽ ജലാലി വൽ ഇക്റാം. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇസ്മുകളാണ് ഇതൊക്കെ. സുബ്ഹാനല്ലാഹ്. ഒന്നുകൂടെ ചൊല്ലിക്കേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർള് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. എന്താ അതിൻ്റെ ആശയം നോക്കിയേ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബി അന്ന ലക്കൽ ഹംദ്, എല്ലാ സ്തുതികളും നിനക്കുള്ളതാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ. സമ്മതിക്കണം, അങ്ങനെയല്ലേ? അതായത് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭർത്താവിന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഭർത്താവ് പറയും, പൊളിയാട്ടെ, എൻ്റെ മുത്തിൻ്റെ ഒരു കൈപ്പുണ്യാണ്. അപ്പോൾ നമ്മൾ ഞാനൊക്കെ പണ്ട് പാരമ്പര്യമായിട്ട് എൻ്റെ ഉമ്മാടും ഉമ്മായൊക്കെ ഭയങ്കര അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ് അങ്ങനെ ടേസ്റ്റ്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അത് കേൾക്കുമ്പോൾ തന്നെ ഇതെൻ്റെ കഴിവല്ല, എൻ്റെ റബ്ബിൻ്റെ കഴിവാണ്. അൽഹംദുലില്ലാഹ്. ഈ ബോധ്യത്തിൽ ഈ ദുആ ചൊല്ലണം. അല്ലാണ്ട് വെറുതെ ദ്വാരന്നിട്ട് ഞാൻ സമ്മതിക്കണം പഠിച്ചോനെ, അതിൽ കാര്യമൊന്നുമില്ല. ജീവിതം അങ്ങനെ ആയി മാറണം അല്ലേ? ഇപ്പം നമ്മളോട് ഒരാൾ വന്നിട്ട് പറയാൻ, എടി നീ അന്ന് സഹായിച്ചതുകൊണ്ടാട്ടെ എൻ്റെ പുള്ളിയുടെ കല്യാണം ആ സമയത്ത് നടന്നത്. അപ്പോൾ നമ്മളങ്ങ് പൊങ്ങും, അതെന്താടി, അത് മനുഷ്യനെ സഹായിക്കണ്ടേ, സാരമില്ലടി.
അതൊക്കെ പടച്ചോ വെറുതെ എങ്ങനെ ഡയലോഗ് അടിച്ചു ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊങ്ങായിരിക്കും. അപ്പോഴെന്താ പറയേണ്ടത്? എടി അത് പടച്ചോൻ തോന്നിച്ചോണ്ടല്ലേ, അൽഹംദുലില്ലാ. അള്ളാഹു ആണ് അതിൻ്റെയൊക്കെ കാരണം. റബ്ബാണല്ലോ, റബ്ബ് എന്നെ തോന്നിപ്പിച്ചത്, അൽഹംദുലില്ലാ. അഹങ്കരിക്കല്ല, അത് പടച്ചോനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലാണ്ട് നമ്മളങ്ങനെ അങ്ങോട്ട് പൊങ്ങരുത്. മനസ്സിലായോ? ആ ബോധ്യത്തിൽ പറയണം. അപ്പോൾ ബിഅന്നലക്കൽ ഹംദ്, സർവ്വസ്തുതിയും നിനക്കാണ് ഞാൻ സമ്മതിക്കണം പടച്ചോനെ. ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ആരാധനക്കർഹനായിട്ട് ആരുമില്ല. ആരാധനയ്ക്ക് മാത്രമല്ല, എനിക്കാരുമില്ല കേട്ടോ, നീയല്ലാണ്ട് എനിക്കാരുമില്ല കേട്ടോ പടച്ചോനെ. അതാണ് എൻ്റെ ഒരു മനോഹരമായ ആശയം. നീയല്ലാതെ എനിക്കാരുമില്ല, ഒന്നുമില്ല. അൽ മന്നാൻ, അനന്തമായി ദാനം ചെയ്യുന്നവനെ, അനന്ത കയ്യും കണക്കൂല്ലാതെ തരുന്നവനെ പടച്ചോനെ, കയ്യും കണക്കുമില്ലാതെ തരുന്നവനെ. ഈ നാമത്തിന് വല്ലാത്തൊരു പവറാണ്. കാരണം ഇത് ചോദിക്കണതിന് മുമ്പ് ഉത്തരം കിട്ടുന്ന ഇസ്മാണ്. യാ മന്നാൻ യാ മന്നാൻ യാ മന്നാൻ. കയ്യും കണക്കില്ലാണ്ട് വാരിക്കോരി കൊടുക്കുന്ന റബ്ബേ, കയ്യും കണക്കില്ലാണ്ട് കൊടുക്കും. അവനെ ചീത്ത പറയണ യുക്തിവാദിക്ക് വരെ അവൻ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ശ്വസിക്കുന്നുണ്ട് യുക്തിവാദി, ഹൃദയം ഇടിക്കുന്നുണ്ട്, കണ്ണ് കാണുന്നുണ്ട്, ചെവി കേൾക്കുന്നുണ്ട്, അവർക്കും കൊടുക്കല്ലേ റബ്ബ്. മന്നാനായ റബ്ബാണ്. സുബ്ഹാനല്ലാഹ്. ബദിഉസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ സൃഷ്ടിച്ചവനെ. ഏതെങ്കിലും പ്ലാൻ നോക്കിയിട്ടാണ് അള്ളാഹു ആകാശത്തെയും ഭൂമിയൊക്കെ പടച്ചത്? അല്ല, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പടച്ചവൻ. അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മളറിയാതെ, നമ്മുടെ പ്ലാനിങ് പോലെയല്ല പടച്ചോൻ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കണം ആ പ്രയാസം കൊണ്ട് എന്നെ ഇടങ്ങേറാക്കി. അത് പ്രയാസമല്ല, നിനക്ക് പിന്നീട് വരാനുള്ളൊരു സന്തോഷത്തിൻ്റെ കാരണമാണെന്ന് അള്ളാഹ്ക്കറിയാലോ. അതുകൊണ്ടാണ് പടച്ചോൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. യാ ദൽ ജലാലി വൽ ഇക്റാം, മഹത്വത്തിൻ്റെയും ബഹുമതിയുടെയും ഉടമയായ മാന്യനായ പടച്ചോനെ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എന്നും എല്ലാം നിലനിർത്തുന്നവനായ തമ്പുരാനെ. സുബ്ഹാനല്ലാഹ്. അത്രമേൽ വലിയ അത്ഭുതമാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. സുബ്ഹാനക യാ റബ്ബ്. മനസ്സിലായി? ഈ മന്നാൻ എന്ന് പറയുന്ന ഈ ആശയം വല്ലാത്തൊരു അത്ഭുതം എന്ന് പറഞ്ഞൊരു ഇസ്മാണത് ഇല്ലേ. ഭക്ഷണം തരുന്നവൻ, റിസ്ക് തരുന്നവൻ, അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ. മക്കളാകട്ടെ, മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ വിവാഹപ്രായത്തിയിട്ട് നടക്കാത്തവരുണ്ട്, ഗർഭിണികൾ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങൾ വേണം. ഈ ദുആയിൽ ഈ ഇസ്മുണ്ടേ, മനസ്സിലായോ? ഈ ഇസ്മിൻ്റെ രഹസ്യങ്ങളാണ് ഇതൊക്കെ. പടച്ചോൻ ഇതൊക്കെ കയ്യും കണക്കുമില്ലാതെ തരും. മനസ്സിലായോ? ബദിഉസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ പ്ലാനിങ് ഇല്ലാതെ പടച്ചോൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സംഗതികളും നടക്കും. ഈ ദുആയിൻ്റെ ഒരു അത്ഭുതം നിങ്ങളൊന്ന് സ്ക്രീനിലേക്ക് നോക്കി. ഇതിൽ എന്തൊക്കെയുണ്ട്? ലക്കൽ ഹംദ്, സ്തുതിയുണ്ട്, അൽഹംദുലില്ലാ ഉണ്ട് ഇല്ലേ. അപ്പോൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ദുആ. രണ്ടാമത്തൊക്കെ ലാ ഇലാഹ ഇല്ലാ അൻത, തൗഹീദ് പറയുന്നുണ്ട് ഇതിൽ. മൂന്നാമത്തേത് അൽ മന്നാൻ, അനുഗ്രഹങ്ങളുടെ ഉറവിടം, എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന റബ്ബാണ്. നാലാമത്തൊക്കെ ബദിഉസ് സമാവാതി വൽ അർള്, അസാധ്യത്തെ സാധ്യമാക്കുന്നവൻ. അപ്പോൾ ഈ ഇസ്മിൽ എന്താ ഉള്ളത്? നമ്മൾ നടക്കൂലെന്ന് കരുതുന്ന സംഗതി പോലും നടത്തുന്നവനാണ്. ഇപ്പോൾ നമ്മൾ ഈ യൂനുസ് നബിയുടെ ചരിത്രം പഠിച്ചിട്ടില്ലേ? ആഴക്കടലിൽ പെട്ടുപോയ യൂനുസ് നബി, മത്സ്യത്തിൻ്റെ അകത്ത് പെട്ടുപോയ യൂനുസ് നബിയെ പോലും അള്ള കൈ എടുത്തിട്ടുണ്ടെങ്കിൽ, അള്ള അവിടെ നിന്ന് പൊക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? അല്ല, രക്ഷിക്കൂലേ? അപ്പോൾ അങ്ങനെ നമ്മളെ രക്ഷിക്കുന്ന റബ്ബെന്നാണ് യാ ബദീഅ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? യാ ദൽ ജലാലി വൽ ഇക്റാം, മഹത്വവും കരുണയുടെ ഉടയവനായ റബ്ബ്. യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാം നിലനിർത്തുന്ന, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ റബ്ബ്. കണ്ടോ? അപ്പോൾ ഈ അള്ളാൻ്റെ ഇസ്മുകൾ, തൗഹീദ്, ഹംദ് എല്ലാം അടങ്ങിയിട്ടുള്ളൊരു വല്ലാത്ത അത്ഭുതം എന്ന് പറഞ്ഞൊരു ദുആയാട്ടോ. അത് വല്ലാത്തൊരു അത്ഭുതം. ഇത് ജീവിതത്തിൽ നിങ്ങളൊന്ന് പതിവാക്കി നോക്കിയേ. ഇത് ഡെയിലി ഒരു 11 തവണ. ഇന്നിപ്പോൾ ദുൽഹജ്ജ് 1 അള്ളാഹുവിൻ്റെ വല്ലാത്ത അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഇത് ഡെയിലി ഒരു 11 തവണ നിങ്ങൾ ചൊല്ലി നോക്കിയേ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങളായ ആളുകൾ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങാൻ ഈ ദിക്റിങ്ങനെ പതിവാക്കും. ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് തഹജ്ജുദിൻ്റെ സുജൂദിൽ കിടന്നിട്ട് മനസ്സറിഞ്ഞ് ചൊല്ലുക, സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലുക. അങ്ങനെയൊക്കെ അള്ളാഹുവിലേക്ക് അടുത്താൽ ഈ ദുആ നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കുമെന്നത് അള്ളാൻ്റെ ഔലിയാക്കൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അന്വർത്ഥാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ മജ്ലിസ് ഉണ്ട്, മറക്കണ്ട. പിന്നെ റിലീഫ് പദ്ധതിയിലേക്ക് ആ പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, ആരും മറക്കരുത് കേട്ടോ. നല്ലൊരു ഹദിയ തന്നെ എപ്പോഴും നിങ്ങൾ ആ റിലീഫ് പദ്ധതിയിലേക്ക് ചെയ്യുക. നമുക്ക് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കണ്ടേ? ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് നമുക്ക് മുഹറം 10 അന്ന് ഈ ഹദിയ കൊടുക്കണം. അപ്പോൾ ദുൽഹജ്ജ് കഴിഞ്ഞ് മുഹറം 1 മുഹറത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഹദിയ കൊടുക്കണം, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തെ സഹായിക്കാൻ, അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കണം പലരെയും ചേർത്ത് പിടിക്കാൻ, അതിലൂടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഇല്ലാതാകാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഇന്നത്തെ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന സിമ്പിളായൊരു ചോദ്യം. ഇന്നലെ നമ്മൾ പറഞ്ഞ എന്താണ്? ദുൽഹജ്ജ് 8 പറയുന്ന പേരെന്താണ്? യൗമു തർവിയ അല്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ സിമ്പിളായ ചോദ്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ഇബ്രാഹിം നബിയുടെ പിതാവിൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ഹൈറും ബറക്കത്തും നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസീനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി
عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവൻ, ഇതിൻ്റെ മിസ്ല സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാ. ഹബീബിൻ്റെ തിരുക്കരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. മുത്തായ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് പുറപ്പെട്ടവർക്കും പലയാവർത്തി തൗഫീക്ക് നൽകണേ അല്ലാ. ആ മദീന എത്താതെ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവൻ, ഇന്ന് ഞങ്ങൾ പഠിച്ച ദുആഇൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം ഹാസിലാക്കണയല്ല, സങ്കടങ്ങളൊക്കെ അകറ്റണയല്ല, ജീവിതത്തിൽ സന്തോഷം തരണയല്ല, ബാധ്യതകളെല്ലാം നീക്കണയല്ല, കടക്കണിയിൽപ്പെട്ടവരുണ്ട് മോചനം തരണയല്ല, മക്കളില്ലാത്തവർ, വിവാഹപ്രായമെത്തിയിട്ട് നടക്കാത്തവർ, വീടില്ലാത്തവർ, സമാധാനമില്ലാത്തവർ, കുടുംബത്തിൽ സന്തോഷമില്ലാത്തവർ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നിൻ്റെ കാരുണ്യം കൊണ്ട്, നിൻ്റെ ഔദാര്യം കൊണ്ട് നീക്കണയല്ല. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, അവരെ നീ കൈവടിയല്ലേ അല്ല. ഈ റിലീഫ് പദ്ധതിയിലേക്ക് ധാരാളം ഹദിയ ചെയ്യുന്നവരുണ്ട്. യാ റബ്ബി, ഒരിക്കലും അവരെ നീ പട്ടിണിക്കാക്കല്ലേ അല്ല. ഈ ദുആഇൻ്റെ ബറക്കത്ത് കൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവലേകണയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പല ആളുകളും ഖബറിലാണ്. എല്ലാവരുടെയും ഖബർ വെളിച്ചമാക്കണയല്ല. പടച്ചവനെ, ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ല. ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിൽ തരണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ കുഞ്ഞുമക്കൾ പല ആളുകളും പരീക്ഷകൾക്ക് റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ഉന്നത വിജയം നൽകണയല്ല. 10th റിസൾട്ടൊക്കെ വന്നു. പടച്ചവനെ, നല്ല അഡ്മിഷൻ നൽകണയല്ല. നീ ഞങ്ങളെ കബൂൽ ചെയ്യണയല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.